പണയടോ താൻ പണയടോ താനാണല്ലേ വലിയ ക്യാപ്സ്യൂളൊക്കെ പഠിച്ചോണ്ട് വന്നിരിക്കുന്ന ആളെ. താൻ പണ ഞാൻ അവിടെ പരിപാടി ഇറങ്ങി ഓ അപ്പൊ AK സെന്ററിൽ പോകുന്ന എന്തിനാ ഇപ്പൊ മനസ്സിലായല്ലോ സുഹൃത്തുക്കളെ. പരിപ്പോടെ തിന്ന. നമസ്കാരം സുഹൃത്തുക്കളെ, നാടൻ തല്ലിലേക്ക് സ്വാഗതം. സുഹൃത്തുക്കളെ, പറഞ്ഞു വന്നത് മറ്റൊന്നുമല്ല, ഇരട്ടച്ചങ്കൻ, ഒറ്റച്ചങ്കൻ, സാധാരണക്കാരുടെ വികാര ജീവി, സൂര്യന്റെയും ചന്ദ്രന്റെയും ഇന്ദ്രന്റെയും ഇടയിൽ കൂടി വന്ന ആ ശൗര്യമേറിയ രാജാവ്, കപ്പിത്താൻ, അങ്കിൾ, മാമൻ, എന്താ വിളിക്കുന്നില്ല അങ്ങേ അങ്കിൾ. എന്റെ പൊന്നു സുഹൃത്തുക്കളെ, ഈ കണ്ട പേരുകളൊക്കെ ഉണ്ടായിരുന്നല്ലോ വീരശൂര പരാക്രമിയായിട്ടുള്ള നമ്മുടെ സ്വന്തം പിണറായി വിജയൻ സഖാവിന് കിട്ടിയിരിക്കുന്ന വിളിപ്പേരാണ് അങ്കിൾ. അദ്ദേഹത്തിന് അനന്തരവരുണ്ടെങ്കിൽ അങ്കിൾ എന്നല്ലേ വിളിക്കുക. അതെ, മാതുലന്മാരെ കൊണ്ട് തട്ടിയും മുട്ടി നടക്കാൻ വയ്യാത്ത അവസ്ഥയാണ് ഇപ്പൊ. എന്റെ പൊന്നു സുഹൃത്തുക്കളെ, നമ്മുടെ കേരളം ഭരിക്കുന്ന മുഖ്യമന്ത്രിയെ, ആഭ്യന്തര വകുപ്പ് ഭരിക്കുന്ന മുഖ്യമന്ത്രിയെ ഇപ്പോഴിതാ പോലീസ് ഏമാമാരെ തന്നെ വിളിക്കുന്ന പേരാണ് അത്രേ അങ്കിൾ. വൃത്തികെട്ട കഥയും കൊണ്ടുവരേട്ടോ. ഏതോ ഒരു സ്ത്രീ വന്ന് നിന്ന് പരാതി പറഞ്ഞിരിക്കുന്നു. അല്ലെങ്കിൽ ഇവർക്ക് ഈ പരാതി പറയുന്ന സ്ത്രീകളൊക്കെ ഏതോ ഒരു സ്ത്രീകളാണല്ലോ. മലപ്പുറം മുൻ SP. ഓ, മുന്നായതുകൊണ്ടായിരിക്കും. എടോ, ആ കേസ് പൊളിഞ്ഞടുക്കി താഴെ വീണു. നമുക്കറിയാം, ചില ചാനൽ കുരുത്തുരുമ്പുകൾ മരം മുറി ആ കേസ് അന്വേഷിച്ചവർക്ക് നേരെയാണല്ലോ ഇപ്പോൾ പീഡന പരാതി വന്നിരിക്കുന്നത്. ചില സംശയങ്ങളൊക്കെ ഉണ്ടോ. അപ്പൊ നിങ്ങൾ നടത്തിയിരിക്കുന്നത്, അതായത് അപ്പൊ ഈ അൻവറൊക്കെ കണ്ടുപിടിച്ച കാര്യങ്ങളോ? ഇപ്പൊ ഈ തുടങ്ങി വെച്ച അൻവർക്ക് വരെ ഞെട്ടി. പക്ഷെ ഇത്രയും സംഭവ വികാസങ്ങളൊക്കെ ഇതിന്റെ പിറകെ ഉണ്ടായിരുന്നു. പാവ അൻവറൊക്കെയാണ് മുടുക്കൻ. കൃത്യമായ എല്ലാ കാര്യങ്ങളും ചെയ്തു വെക്കും. പക്ഷേ ഈ പീഡനം മാത്രമേ ഈ അൻവർക്കൊക്കെ എവിടെയോ മിസ്സായിപ്പോയി. പിന്നെ ഇനി പീഡനം നടക്കുമ്പോ പോയി ഒളിഞ്ഞു നോക്കാം. പാടായിരുന്നേറ്റേ. വിഷയത്തിൽ നിന്ന് വ്യതിചലിക്കേണ്ട. ആ സ്ത്രീ വ്യക്തമായി പറയുന്നുണ്ട്, പിണറായി അങ്കിൾ ഞങ്ങളെ ഒന്നും ചെയ്യില്ല എന്നാണ് ആ ഉദ്യോഗസ്ഥൻ പറഞ്ഞത് അത്രേ. പിന്നെ പിണറായി അങ്കിൾ അല്ല സുഹൃത്തുക്കളെ, ബന്ധുക്കളൊന്നും അല്ലടോ. എന്താ ഈ ബന്ധുക്കളുള്ളവരെ ബന്ധുക്കൾ ഇപ്പൊ തന്നെ എത്രയോ ആൾക്കാർ ആന്റി എന്ന് വിളിക്കുന്നു. എന്നെയോ? അല്ല, പിന്നെ എന്നെയോ? എന്തോ തനിക്ക് താൻ എത്ര മുടി വെട്ടി നടന്നാലും, താൻ എത്ര ഇങ്ങനെ നടന്നാലും ഇവിടെ തന്റെ പ്രായം നാട്ടുകാർക്ക് അറിയാം. പിന്നെ താൻ പറഞ്ഞു, സത്യം പറഞ്ഞു, ആ പിണറായി വിജയനെ കൂടെ തന്നെ പഠിച്ചാളല്ലേ? അല്ല, പിണറായി വിജയന്റെ അയ്യോ, അത് ഞാൻ ഏറ്റെടുക്കാൻ പറയില്ല. അത് ഞാൻ ഏറ്റെടുക്കാൻ, കാരണം ശൂന്യതയുള്ള ആൾക്കാർക്ക് അത് ഏറ്റെടുക്കാൻ ഞാൻ പറയില്ല. മനസ്സിലായിട്ടുണ്ടല്ലേ? അപ്പൊ സുഹൃത്തുക്കളെ, സിനിമാക്കാരുടെ വാതിലിൽ മുട്ടിയ കഥകൾ ചർച്ചയായിക്കൊണ്ടിരിക്കും. അതിന്റെ ഇടയിൽ കൂടെ ഇരിക്കട്ടെ ആഭ്യന്തര വകുപ്പിലെ ചില മുട്ടുകഥകൾ. ആ മുട്ടുകഥകളൊക്കെ അപ്പുറത്തിരിക്കട്ടെ. അല്ല, ഈ സാധാരണക്കാരായ ആൾക്കാർക്ക്, അല്ലെങ്കിൽ നമ്മുടെ ഈ കേരളത്തിലെ സാധാരണ മലയാളികൾക്ക് മുഖ്യമന്ത്രി പിണറായി വിജയനെ കാണുമെങ്കിൽ ഏമാനെ, സാറേ, സഖാവേ എന്നാണ് വിളിക്കാറുള്ളത്. സഖാവേ എന്നുള്ളത് അതൊരു വികാരം. അത് അങ്ങോട്ട് മാറിയിരിക്കാൻ ഇപ്പൊ സമയം. അങ്കിളെ എന്ന് വിളിക്കുന്നതാണ് ഇപ്പൊ വികാരം എന്നാണ് പോലീസ് ഉദ്യോഗസ്ഥർക്കിടയിലെ ഒരു ഈ പോലീസ് ഏമാമാര് യൂണിഫോം ഊരി വെച്ചിട്ട് കൂടുന്ന സംഗമിക്കുന്ന ഒരു ഉണ്ടല്ലോ. അവിടെയൊക്കെ ഈ പറയുന്നത് CM പകരം അങ്കിൾ എന്നാണല്ലോ, പിണറായി വിജയൻ അങ്കിൾ എന്നാണല്ലോ പറയാറില്ല. പിന്നെ വിളിക്കുന്നുള്ള കാര്യമില്ല, പ്രായം അത്രയുണ്ട്. നമ്മൾ അതുകൂടി കണക്കാക്കണം. ആര് പറഞ്ഞാലും ആ കസേരയിൽ അള്ളിപ്പിടിച്ചിരിക്കുന്നു പറഞ്ഞ് പ്രായം ആർക്ക് മനസ്സിലാവില്ല. താൻ കണ്ട. പിന്നെ സുഹൃത്തുക്കളെ, എന്ത് അസംബന്ധമാണോ ഇത്? ഏതോ ഒരു സ്ത്രീ വന്ന് നിന്ന് ഇത് കൂട്ടൊരു കഥ പറയുന്നു. ആ കഥയ്ക്ക് വല്ല എന്തെങ്കിലും ഒരു തെളിവ് നിരത്താൻ ആ സ്ത്രീക്ക് സാധിച്ചോ? നിരത്തില്ല. റിപ്പോർട്ടർ, ഞാൻ പറയാം, റിപ്പോർട്ടർ ചാനൽ കഴിഞ്ഞ ദിവസം ഒരു പ്രഖ്യാപനം നടക്കുന്നു. എന്താണാവോ? അടുത്ത ദിവസം 9 മണിക്ക് ഞങ്ങൾ ഞെട്ടുന്ന ചില കഥകൾ പണയുന്നു. പണഞ്ഞപ്പോ ഞെട്ടിയില്ലേ? സുഹൃത്തുക്കളെ, ഇവർ ഞെട്ടേണ്ട കാര്യമില്ല. കാരണം ഇവർക്ക് ഇതെല്ലാം അങ്ങാടിപ്പാട്ട് നാട്ടിപ്പാട്ടാണല്ലോ. അരമന രഹസ്യം പുറത്തു വന്നു. ഇവര് ഞെട്ടിക്കുന്ന ഇവര് തന്നെ ഉണ്ടാക്കിയ നാറിയ കഥ പുറത്തു വിട്ടപ്പോഴത്തേക്ക് 1 മണിക്കൂർ തികഞ്ഞില്ലല്ലോടോ. അതിനപ്പുറം ഈ സുജിദാസ് മറുപടി ആയിട്ട് വന്നില്ലേടോ.
നിയമ നടപടിയുമായി ഞങ്ങൾ മുന്നോട്ട് പോകും. ഇത് ഇപ്പൊ നിവിൻ പോളി എടുത്ത അതേ സ്ട്രാറ്റജിയാണ് ഇവർ എടുക്കുന്നത്. കാരണം അല്ലെങ്കിൽ ഇവരുടെ വായില് കോരിട്ട് കുത്തിയാൽ പോലും മിണ്ടാത്ത ടീംസ് ആണ്. ഇപ്പൊ നിവിൻ പോളി അദ്ദേഹത്തിനെതിരെ വന്ന ആരോപണം ശക്തിയുക്തം 1 മണിക്കൂറിനുള്ളിൽ തന്നെ എതിർത്ത് മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്നു. പിന്നാലെ അദ്ദേഹത്തിന് വന്ന സൈബർ സപ്പോർട്ടും എല്ലാം കണ്ട് അതേ രീതി പഠിച്ചു വരല്ലേ നിങ്ങള്. പിന്നെ എടോ സുഹൃത്തുക്കളെ, മലയാളികളെ നിങ്ങൾ ഇത് കേൾക്കുക. ഈ സ്ത്രീ ആരോപണം ഉന്നയിക്കുന്നു. ഈ സ്ത്രീ ആരോപണം ഉന്നയിച്ച 3 ഉദ്യോഗസ്ഥരും മുട്ടിൽ മരമുറി കേസ് അന്വേഷിച്ച സംഘത്തിൽ ഉണ്ടായിരുന്നവരാണ്. അത് മാത്രം, ആ സംഘം മാത്രമേ നിങ്ങൾ കാണുന്നുള്ളൂ. ആ സംഘം മാത്രമേ കാണുന്നുള്ളൂ. ഇപ്പൊ ഈ അൻവർക്കയുമായി ബന്ധപ്പെട്ടുള്ള സംഭവത്തിൽ അൻവർക്ക് അവിടെ ഇരിക്കട്ടെ. കാരണം എന്താ പറയുക, അൻവർക്ക് അവിടെ ഇരുന്നില്ല എന്നുണ്ടെങ്കിൽ ഇവിടെ പലരുടെയും മണ്ടയൊക്കെ ഇരിക്കുന്ന അറിയാം. ഈ അൻവർക്കയും കൂടെ ഒതുക്കി കഴിഞ്ഞ കാര്യങ്ങളൊക്കെ அவங்க മനസ്സിലാവും, നീറ്റാകും. എടോ അൻവർക്ക് ആരും ഒതുക്കാൻ? നിലമ്പൂരിൽ അൻവർക്ക് വേണം. അത് താൻ ഇവിടെ ഒരിടത്ത് ഒതുങ്ങിയിരിക്കേ. അതായത് ഇപ്പൊ മനസ്സിലായ സുഹൃത്തുക്കളെ, അൻവർക്ക് ഇവർ നൈസായിട്ട് ഒതുക്കി. പിന്നെ നിങ്ങൾക്ക് വേറൊരു കാര്യം അറിയാമോ? അടുത്ത മാസം ആദ്യം ഈ ക്രമസമാധാന ചുമതലയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ നിയമമൊക്കെ തന്നെ സംവദിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ നിയമസഭ കൂടുന്നുണ്ട്. ഈ നിയമസഭയ്ക്കകത്ത് ഈ നിയമസഭ കൂടിക്കഴിഞ്ഞാൽ അൻവറക്കയ്ക്ക് ഈ അന്വേഷണം വേഗത്തിലാക്കാനും റിപ്പോർട്ട് നിയമസഭയിൽ വെക്കാനും ആവശ്യപ്പെടാം. അൻവറക്കയ്ക്ക് മാത്രമല്ല പ്രതിപക്ഷാംഗങ്ങൾക്കും ആവശ്യപ്പെടാം. അതുകൊണ്ട് തന്നെ ഇവരിങ്ങനെ ഇഴച്ചിഴച്ച് അൻവറിക്ക പറഞ്ഞ ഇത്തരം ആരോപണങ്ങളെയൊക്കെ തന്നെ ഇഴച്ചിഴച്ചേ അന്വേഷിക്കത്തുള്ളൂ. മാത്രമല്ല ഈ അന്വേഷണം മുന്നിലോട്ട് വന്നപ്പോ ഈ ഏമാനെ എല്ലാരെയും വിളിച്ച് ഭരണപക്ഷമില്ല പ്രതിപക്ഷമില്ല ഇങ്ങനെ എല്ലാരെയും വിളിച്ച് പറയുന്നുണ്ടല്ലോ. സാറേ ഞാനാണേ കുടുങ്ങിയത്, കാത്തോണേ കൂടെ ഉണ്ടാവണേ, ഞാനാണേ എന്നൊക്കെ പറയുന്നുണ്ടല്ലോ. പക്ഷെ VD സതീശനെ മാത്രം വിളിച്ചില്ല എന്ന് പറയുന്നത് അതിലൊരു പരാതി ഉണ്ട് കേട്ടോ. പറഞ്ഞേക്കും. ആവശ്യമില്ല ഞങ്ങളുടെ മുഖ്യനെ മാമ അങ്ങനെ വിളിച്ചാണ്ടല്ലോ. ഓ മാമ ചന്ദമാമ എന്നാണോ വേറെ വല്ല മാമ എന്നാണോന്നുണ്ട്. അല്ലെ ഈ മാമ എന്ന് പറയുമ്പോ അതിന് വേറെ പല അർത്ഥങ്ങളുണ്ട്. അത് പക്ഷെ അർത്ഥങ്ങളാണോ താങ്കൾ ഉദ്ദേശിച്ചത്? കാരണം ഈ കോൺസെപ്റ്റ് അതാണേ. ആ ഒരു നോക്കുകയാണെങ്കിലേ ട്രയാങ്കിൾ ലവ് സ്റ്റോറി ഒക്കെ വലുതാണോ തമ്പുരാനറിയാം. തന്റെ ചില കഥകൾ ഞങ്ങൾ ചകഞ്ഞെടുക്കുന്നുണ്ട്. ആദ്യം സ്വന്തം കഥകൾ പുറത്തറിയാതെ നോക്കിക്കോ. എനിക്ക് അങ്ങനെ ഒന്നും ഇല്ലടോ പുറത്തറിയാനേ. അതിന്റെ വിഷമാണോ? പറഞ്ഞാൽ മതി, കൂടുതൽ ആൾക്കാർ ഉണ്ടാക്കി തന്നോളും. ഗ്യാരണ്ടി അവര് ശക്തിയുക്തം എതിർക്കുകയും ചെയ്തോളും. ഈ സംസ്ഥാനം ഭരിക്കുന്ന മുഖ്യമന്ത്രിയെ കുറിച്ചാണ് ഇയാൾ ഇവിടെ നിന്ന് അനാവശ്യങ്ങൾ വിളിച്ചു കൂവിക്കൊണ്ടിരിക്കുന്നത്. ഈ സംസ്ഥാനം ഭരിക്കുന്ന മുഖ്യമന്ത്രിയാണ് ഇതിനൊരു സാധനമുണ്ട്, ഞാൻ പറയാം. ഈ സംസ്ഥാനം ഭരിക്കുന്ന മുഖ്യമന്ത്രിയാണ് അങ്കിൾ എന്ന് വിളിച്ച് സംബോധന ചെയ്യുന്ന സുഹൃത്തുക്കളെ. എടോ അത് എന്തെങ്കിലും ഒരു തെളിവുണ്ടോ? ആ സ്ത്രീ പറഞ്ഞതല്ലാതെ. എടോ ഇത് നാട്ടിൽ പാട്ടാണെന്ന് പോലീസ് ഉദ്യോഗസ്ഥന്മാർ, ഞാൻ പറഞ്ഞില്ലേ ഈ വെള്ളമടി പാർട്ടിയിലും അങ്ങനത്തുള്ള പാർട്ടിയിലും അങ്കിൾ എന്നാണ് അത്രേ വിളിക്കുന്നത്. മാധുവിന്റെ സ്നേഹം അങ്കിളിനും ആവശ്യമുണ്ട്. ഇപ്പൊ വിളിപ്പിച്ചിട്ടുണ്ടല്ലോ തിരുവനന്തപുരത്തേക്ക്. എന്തിനാ? അവിടെ നേരിട്ട് കേൾക്കാനോട് പറയണോ. എന്റെ പൊന്നു സുഹൃത്തുക്കൾ, നേരത്തെ ഇയാൾ പറഞ്ഞില്ലേ ഇനി എന്തെങ്കിലും പറഞ്ഞാൽ പോലീസിനെ കൊണ്ട് അറസ്റ്റ് ചെയ്യിപ്പിക്കുന്നു. എന്റെ പൊന്നു സുഹൃത്തുക്കളെ, വീട്ടിൽ അമ്മയുണ്ട്, കെട്ടിച്ചിടം പ്രായം 2 അനിയത്തിമാരെല്ലാരും ഉണ്ട് സുഹൃത്തുക്കളെ. പക്ഷെ ഈ പേടിയില്ല. ഇതേ സ്ട്രാറ്റജിയാണ് ഇവർ ഉപയോഗിക്കുന്ന എല്ലാവരുമായിട്ടും. മനസ്സിലായില്ലേ? എന്തുകൊണ്ടോ തന്ത്രം. ഇതേ തന്ത്രമാണ് നിങ്ങൾ മെനഞ്ഞെടുക്കുന്ന എല്ലാവരും. ഇവർക്കെതിരെ ആരെങ്കിലും സത്യം വിളിച്ചു പറഞ്ഞാൽ പിന്നെ തീർന്നു. ഞാൻ ഗോവിന്ദ സഖാവിനോടൊന്ന് ചോദിക്കട്ടെ. ഗോവിന്ദ സഖാവിനോട് ചോദിക്കട്ടെ. ഇപ്പൊ ഈ മാമൻ എവിടെന്നാ വന്നത് മനസ്സിലായി? അത് നിങ്ങൾ ഈ സഖാവ് മാറ്റി മാമാന്നാക്കിയോ? പരിപ്പൂടെ പകുതി അവിടെ ഇരിക്കാ. പോയിട്ട് വരാൻ ഞാൻ. അല്ലെങ്കിൽ കാണിച്ചു തന്നേനെ ഞാൻ. ശരി എന്നാ. പറയുന്നു വിളിക്കില്ല. ഇങ്ങോട്ട് പാടോ മാമ. തന്റെ അത്തരത്തിലുള്ള കാര്യമല്ല. വൃത്തിയിട്ടത് അതല്ല. അത് മറന്നുവിടാ. താൻ എന്തോ വലിയ മല മറിക്കാനാണല്ലോ വന്നത്. സീരിയസ് മറന്നേ. ആഭ്യന്തര മന്ത്രി അങ്കിൾ എന്ന് വിളിച്ചു. അതല്ല, ഒരു കപ്പിത്താൻ, ക്യാപ്റ്റൻ, ഇരട്ടച്ചങ്കൻ. ക്യാപ്റ്റൻ, ഇരട്ടച്ചങ്കൻ എല്ലാം മാറി. ഓക്കെ റെഡി. 1 2 3 സ്റ്റാർട്ട്. അയ്യോ ആദ്യം മുതലാണേ.